ഹലോ, വെൽക്കം ടു ദ നെർഡ് കപ്പിൾ. സോ നമ്മൾ ഇന്ന് ഈ വ്ളോഗ് നമ്മൾ കുട്ടനാട് മിനി വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണാം. ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോയി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വ്ളോഗിനകത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിന് 1000 രൂപ വെച്ചാൽ ഒരു ഫാമിലി കുഴപ്പമില്ല. ഒരു മണിക്കൂറത്തേക്ക് 1000 രൂപ. അപ്പം ഇവിടെ ഇത് വേമ്പനാടല്ലേ? വേമ്പനാടാണെന്ന് തോന്നുന്നു. ഒരു മണിക്കൂർ നമുക്കിങ്ങനെ വേമ്പനാട് കായലിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകാം. എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം നൈസ് ബോട്ടാണ് ഇത്. നമ്മൾ എല്ലാ ബോട്ടും പോലല്ലേ ഈ ബോട്ടിലെ മറ്റേ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ്, അതിനകത്തൊക്കെ നമ്മൾ ആലപ്പുഴ ടൈപ്പ് സിനിമയിലെ കാണുമ്പോൾ ഉള്ള ബോട്ടില്ലേ, ആ ടൈപ്പ് ഒരു ബോട്ട്. നൈസ് ബോട്ട്. ഈ നടുക്കൊക്കെ ഇങ്ങനെ നിൽക്കാം. ഇതായിരുന്നു ഇതിൻ്റെ നമ്മുടെ ഒരു അട്രാക്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഈ ഇത് എടുക്കുന്ന പോലും ഇല്ലായിരുന്നു. തെറ്റുണ്ട് കേട്ടോ. ഇത് വേമ്പനാട് കായലല്ല, പമ്പയാറാണ്. വേമ്പനാട് കായലിൽ കുറച്ചുകൂടെ അപ്പുറം പോകണം. അപ്പോൾ ഇവിടെ 40 അടി ഉണ്ടെന്ന് പറയാം. അതായത് ഇങ്ങനെ ഒരു ഷേപ്പിലിരിക്കുന്നത്. നമ്മൾ മൈലേജ് കൺസേൺ ആയിട്ട് ഡീസൽ വണ്ടി കേട്ടോ. അതായത് ഒരു മണിക്കൂർ ഓടിക്കാൻ വേണ്ടിയിട്ട് സ്പീഡൊക്കെ ഒരു ആവറേജ് സ്പീഡാണെങ്കിൽ ഒരു 5 ലിറ്റർ ഡീസൽ വേണം. മിനിമം എന്തായാലും 5 ലിറ്റർ ഡീസൽ വേണം. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. എല്ലാവരും ഇവിടെ വരിക. നല്ല വൈബാ. മറ്റാണെങ്കിൽ ഈ ബോട്ട് തന്നെ എടുക്കണം. ഈ ബോട്ടാകുമ്പോൾ എടുത്ത് പോകുള്ളൂ. മറ്റേതെല്ലാം ഞങ്ങൾ എപ്പോഴും ഹൗസ് ബോട്ട് എടുക്കാറുണ്ട്. പക്ഷെ മടുത്ത് വെറൈറ്റി ബോട്ടാണ്. നമ്മൾ മറ്റേ കുട്ടനാടെന്നൊക്കെ പറയുമ്പോ നമ്മുടെ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന മമ്മൂട്ടിയുടെ സിനിമയ്ക്കകത്തും സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന ലാലേട്ടന്റെ സിനിമയ്ക്കകത്ത് ഏതാണോ ആ സൈഡിലെ ഭംഗിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇന്ന് കണ്ടുപോകാൻ പറ്റുന്നത്. ജാക്കി ഇറങ്ങിയിട്ട് എനിക്ക് മാത്രമേ പറ്റുള്ളൂ. ജാക്കി ഇറങ്ങിയിട്ട് എനിക്ക് മാത്രമേ ടൈറ്റാനിക്കിലെ ജാക്ക്. റോസ് എവിടെ? നല്ല വ്യൂ ഉണ്ട്. അങ്ങനെ നമ്മൾ 1 അവർ കഴിഞ്ഞ് തിരിച്ചെത്തി. എനി കമന്റ്സ്? എങ്ങനെയുണ്ട് ആദി? അടിപൊളിയായിരുന്നു. അച്ഛന് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാണ് നമ്മൾ പോയ ബോട്ട്. How was the experience? നല്ല എക്സ്പീരിയൻസ്. ഇത്രേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. കൊള്ളായിരുന്നു.
ബോറടിച്ചില്ല. ബോറടിക്കണമായിരുന്നോ? ബോറടിക്കണ ഇത് നമ്മൾ കുറേ വട്ടം ബോട്ടിങ്ങിനൊക്കെ പോകാം, പക്ഷേ ആദ്യമായിട്ടാണ് ബോട്ടിങ്ങിന് പോയിട്ട് ബോറടിക്കും. കാരണം ഇത് 1 hour ഉള്ളായിരുന്നു. വണ്ടി ഇങ്ങനെ കൊണ്ടുപോകും. നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവരാനുണ്ട്. ആ മതി, ഇവിടെ കൊണ്ടിടായിരുന്നു. ശരിയാ, ആക്ച്വലി ഇവിടെ വരെ ഇടാ കേട്ടോ കാറ്. ഇത് ആക്ച്വലി നല്ലൊരു പ്ലേസ് ആയിരുന്നു, നല്ല വ്യൂ ആണ്. നിങ്ങളിപ്പോൾ ഒരു 1 day ട്രിപ്പ് കുട്ടനാട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനും ബോട്ടിങ്ങിനും വേണ്ടി നമ്മൾ ഈ പ്ലേസ് സജസ്റ്റ് ചെയ്യുന്നു. ദിസ് ഇസ് രാജപുരം റെസ്റ്റോറൻറ്റ് ആൻഡ് ടെഡി പാർലർ. സോ ഇവിടെ പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ പുതിയ വ്ളോഗ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.